ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്ന വിഭാഗം ബുദ്ധ സന്യാസിമാർ കൂടിയാണ്. പക്ഷേ അവരിലും പതിരുകളുണ്ടെന്ന് ഇപ്പോഴത്തെ ചില കഥകൾ വ്യക്തമാക്കുന്നു. മഞ്ഞ നിറമുള്ള ആ കഥകൾ ഏതൊരു ബുദ്ധ സന്യാസിയെയും ബുദ്ധമത വിശ്വാസിയെയും നാണിപ്പിക്കുന്നതാണ്. ബുദ്ധ സന്യാസിമാരെ വരെ വശീകരിച്ച് ലൈംഗിക ബന്ധത്തിന് ക്ഷണിച്ച ശേഷം ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി 100 കോടി രൂപ കവർന്ന യുവതി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. 80,000 നഗ്നചിത്രങ്ങളും വീഡിയോയും കാണിച്ചാണ് ബിലാവൻ എന്ന തായ് വനിത ഈ ബുദ്ധ സന്യാസിമാരിൽ നിന്നും ബ്ലാക്ക്മെയിൽ ചെയ്ത് ഈ 100 കോടിയോളം രൂപ വാങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എംസാവത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ 3 വർഷത്തിനിടെ ഏകദേശം 102 കോടി രൂപയാണ് ഇങ്ങനെ വന്നതെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബിലാവൻ എംസാവത് എന്ന യുവതിക്ക് 9 ബുദ്ധ സന്യാസിമാരുമായി ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംഭവത്തെ തുടർന്ന് 9 ബുദ്ധ മഠാധിപതികളെയും മുതിർന്ന സന്യാസിമാരെയും സന്യാസത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നാണ് റോയൽ തായ് പോലീസ് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അറിയിച്ചത്. തായ്ലൻഡിൽ നടുക്കിയിരിക്കുകയാണ് ഈ സംഭവം. ബാങ്കോക്കിന് വടക്കുള്ള നോന്തപുരിയിലുള്ള ഒരു ആഡംബര വീട്ടിൽ നിന്നാണ് യുവതിയെ തായ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. യുവതിയുടെ ഫോണിൽ നിന്നും സന്യാസിമാർ ഉൾപ്പെട്ട സന്ദേശങ്ങളും വീഡിയോകളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ബ്ലാക്ക്മെയിൽ പണം ഉപയോഗിച്ച് യുവതി ഓൺലൈൻ ചൂതാട്ടത്തിനായി വൻതോതിൽ നിക്ഷേപം നടത്തിയിരുന്ന എന്ന് പോലീസ് കണ്ടെത്തി. ബിലാവനുമായി ബന്ധമുണ്ടെന്ന് ഈ 9 സന്യാസിമാരും സമ്മതിച്ചു. 9 മാത്രമല്ല, പലരും സമൂഹ മാധ്യമങ്ങളുടെ യുവതിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തി കഴിഞ്ഞു. യുവതിയുമായി ബന്ധപ്പെട്ട സന്യാസിമാരുടെ സീനിയോറിറ്റിയാണ് ഇവർക്ക് തമ്മിലുള്ള തർക്കത്തിനും കാരണമായത്. ബിലാവനുമായി വളരെ കാലമായി ബന്ധമുണ്ടെന്ന് ആവശ്യപ്പെട്ട ഒരു ബുദ്ധ സന്യാസി യുവതിയിൽ നിന്നൊരു കാർ വാങ്ങി ഇപ്പോൾ സന്തോഷമായി കഴിയുകയാണെന്നും പോലീസ് കണ്ടെത്തി. എന്നാൽ ബിലാവൻ മറ്റൊരു സന്യാസിയെ കൂടി സമാന്തരമായി കാണുന്നുണ്ട് എന്ന് വ്യക്തമായതോടെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. വിവരം പോലീസിന്റെ അടുത്തേക്ക് ചോർന്നെത്തുകയും ചെയ്തു. ബിലാവന് മറ്റൊരു സന്യാസിയിൽ നിന്ന് തനിക്കൊരു കുട്ടിയുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു. ഇങ്ങനെയാണ് ജൂൺ പകുതിയോടെ ആ സന്യാസിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങിക്കൊണ്ടിരുന്നത്. ഇതോടെയാണ് ഞെട്ടിക്കുന്ന ഈ ഒരു ബ്ലാക്ക്മെയിലിംഗിന്റെ വാർത്ത പുറത്തു വന്നതെന്നാണ് തായ് പോലീസ് പറയുന്നത്. എന്തായാലും തായ്ലൻഡിനാകെ അപമാനമായിരിക്കുകയാണ്. തായ്ലൻഡ് ഏറെ ധന്യമായി കാണുന്ന, ലോകം മൊത്തം പരിപാവനതയോടെ കാണുന്ന ബുദ്ധ സന്യാസിമാരുടെ ഈ പ്രവൃത്തിയെ കണ്ടെത്തി.